ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള നിയന്ത്രണ രേഖയിൽ വെടിവെപ്പ് തുടരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുകയും യുദ്ധസംഘർഷങ്ങൾ ഉടലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകര സംഘടനയായ ഹിസ്ബുൾ മുജാഹിദീൻ ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഇതു സംബന്ധിച്ച് സംഘടനയുടെ ഉന്നത നേതാവ് ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. ആരാണ് ഹിസ്ബുൾ മുജാഹിദീൻ സംഘടന? ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. രണ്ടാം ദിവസവും പാകിസ്ഥാൻ സൈന്യം നിയന്ത്രണ രേഖയിൽ ഇന്ത്യൻ സൈനികർക്ക് നേരെ വെടിയുതിർത്തു. മറുപടിയായി ഇന്ത്യൻ സൈന്യവും വെടിയുതിർത്തു. ഇന്ത്യയും പാകിസ്ഥാനും അതിർത്തിയിൽ ആയുധങ്ങളും സൈനികരും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും അതിർത്തികളിൽ വലിയൊരു സംഘർഷത്തിന് കാരണമായേക്കാം. സംഘർഷം അതിർത്തി കടന്നാൽ യുദ്ധത്തിലേക്ക് പോലും നയിച്ചേക്കാമെന്ന ആശങ്കയുണ്ട്. ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ കഴിഞ്ഞ 22-ന് പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരർ നടത്തിയ വെടിവെപ്പിൽ 26 വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടതാണ് സംഘർഷത്തിന് പ്രധാന കാരണമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇതുമൂലം പാകിസ്ഥാൻ പരിഭ്രാന്തരായി അതിർത്തിയിൽ സൈനികരെയും യുദ്ധായുധങ്ങളെയും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഒരു മിസൈൽ കൊണ്ട് പാകിസ്ഥാന്റെ കഥ കഴിക്കുമോ എന്നാണ് പാകിസ്ഥാൻ ഭയപ്പെടുന്നത്. ആദ്യപടിയായി ഇന്ത്യയിൽ താമസിക്കുന്ന പാകിസ്ഥാനികളെ രാജ്യം പുറത്താക്കുകയാണ്. സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചു. പാകിസ്ഥാനികൾക്കുള്ള സാർക്ക് വിസ പദ്ധതി റദ്ദാക്കി. പാകിസ്ഥാൻ എംബസിയിലെ ജീവനക്കാരുടെ എണ്ണം കുറച്ചു. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകര സംഘടനയായ ഹിസ്ബുൾ മുജാഹിദീൻ ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. സംഘടനയുടെ ഉന്നത നേതാവായ ഷംഷേർ ഖാൻ ഇത് സംബന്ധിച്ച ഒരു വീഡിയോ പുറത്തുവിട്ടു. ജമ്മു കാശ്മീരിൽ വീണ്ടും ഒരു സായുധ പോരാട്ടം ആരംഭിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എല്ലാ ഭീകര സംഘടനകളും ഒരുമിച്ച് പ്രവർത്തിക്കും. അള്ളാഹുവിൻ്റെ സഹായത്താൽ ഇത് സാധിക്കും. ഒരു കശ്മീർ ജിഹാദ് പ്രസ്ഥാനം ഉണ്ടാകും. നമ്മളിതിലും വിജയിക്കും, അദ്ദേഹം പറഞ്ഞു. ഇതോടെ ഹിസ്ബുൾ മുജാഹിദീൻ എന്ന സംഘടന ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. വീഡിയോയിലൂടെ ഭീഷണി മുഴക്കുന്ന ഷംഷേർ ഖാൻ ഇന്ത്യക്കാരനാണ്. ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലാക്കാരനാണ് അദ്ദേഹം. 1990കളിൽ ഭീകര സംഘടനയിൽ ചേരാൻ അയാൾ പാകിസ്ഥാനിലേക്ക് പോയി. നിലവിൽ ഇയാൾ ഹിസ്ബുൾ മുജാഹിദീൻ സംഘടനയിൽ സജീവമാണ്. ഹിസ്ബുൾ മുജാഹിദീൻ സംഘടനയുടെ നേതാവാണ് സയ്യിദ് സലാഹുദ്ദീൻ. ഹിസ്ബുൾ മുജാഹിദീൻ സംഘടനയുടെ പ്രധാന ലക്ഷ്യം കശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി പാകിസ്ഥാനിൽ ലയിപ്പിക്കുക എന്നതാണ്. 1989ലാണ് സംഘടന രൂപീകൃതമായത്. കശ്മീരിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് സംഘടനയുടെ പ്രവർത്തനം. കശ്മീരിൽ നിന്ന് ആളുകളെ ഭീകര സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുമുണ്ട്. കശ്മീരിലെ പല സ്ഥലങ്ങളിലും അവർ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 2014 ഏപ്രിൽ 17-ന് കശ്മീരിലെ ബീർവ പ്രദേശത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഗ്രനേഡുകൾ എറിയപ്പെട്ട് 17 പേർക്ക് പരിക്കേറ്റിരുന്നു. അതിനുശേഷം ദക്ഷിണ കശ്മീരിൽ ഗ്രനേഡുകൾ എറിഞ്ഞു. അതിൽ 24 പേർക്ക് പരിക്കേറ്റു. തുടർന്ന് 2015 മെയ് മാസത്തിൽ കുപ്വാര പ്രദേശത്ത് നടന്ന ഒരു ആക്രമണത്തിൽ 3 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. ഇതിനുശേഷം 2017 മെയ് 1-ന് ഒരു ബാങ്കിലേക്ക് പണം കൊണ്ടുപോകുന്ന വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 5 പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 7 പേർ കൊല്ലപ്പെട്ടു. സംഘടന കാശ്മീരിൽ നിരവധി ആക്രമണങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ സായുധ പോരാട്ടത്തിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹിസ്ബുൾ മുജാഹിദീൻ വീഡിയോ പുറത്തുവിട്ടതിന് പിന്നിൽ പാകിസ്ഥാൻ ഇന്റലിജൻസ് ആണെന്നും പറയപ്പെടുന്നു. പൊതുവെ ഒരു സംഘർഷമുണ്ടായാൽ പാകിസ്ഥാൻ ഇന്ത്യയെ ഭയപ്പെടും. ഇതിനെ നേരിടാൻ അവർ തീവ്രവാദികളെ വിന്യസിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് കാർഗിൽ യുദ്ധസമയത്തും പാകിസ്ഥാൻ ഇന്ത്യയെ ഉപദ്രവിക്കാൻ തീവ്രവാദികളെ ഉപയോഗിച്ചിരുന്നു. അതിൽ ഇന്ത്യയുടെ എല്ലാ സൈനികരും കൊല്ലപ്പെട്ടിരുന്നു.